ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് ഞങ്ങൾ ഏട്ടുമുഖം എത്തിയിട്ടുണ്ട്. പ്രകൃതി ഗ്രാമസി അങ്ങനെ നേരെ നമ്മൾ തൂക്കുപാലത്തിലേക്കാണ് കയറിപ്പോകുന്നത് ഗായ്സ്. അടിപൊളി വൈബ്. ഈ തൂക്കുപാലം എത്തി കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ജില്ലയാണ്. നമ്മൾ എറണാകുളം ജില്ല ഉണ്ട് ഒരു സൈഡ് തൃശ്ശൂർ ജില്ലയാണ്. സോ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ കടന്നു പോകണമെങ്കിൽ നമ്മളത് പാസ് എടുത്തിട്ടേ പോകാൻ പറ്റും. അങ്ങനെ അവന്മാർ 3 പേരും വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുക. കണ്ടില്ല, അരുൺ, വിഷ്ണു, 2 വിഷ്ണുമാരും. അത് കാണാം, ഏട്ടുമുഖം പാലം കാണാം ബാക്കിൽ. അവരെ കുളിയൊക്കെ കണ്ടപ്പം ഞാനും ഒന്നും ആലോചിച്ച്, എന്നാൽ എനിക്ക് അങ്ങോട്ട് പോയാലോ. എന്തായാലും ഞാൻ വെള്ളത്തിൽ ഇറങ്ങാനുള്ള പരിപാടിയില്ല ഗൈസ്. എന്തായാലും ഈ ഒരു പാറക്കല്ലിൻ്റെ മുകളിൽ നിന്ന് നൈസായിട്ട് നടന്ന് പോയാലോ. സോ ഗൈസ്, പാറക്കല്ലിൻ്റെ മുകളിൽ നിന്നൊക്കെ പോകുമ്പോൾ ഒക്കെ സൂക്ഷിച്ച് വേണം പോകാൻ, ഇല്ലെങ്കിൽ വെള്ളത്തിൽ വീഴാം. അല്ലെങ്കിൽ പാറക്കല്ലാത്ത സ്ലിപ്പായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വീഴാൻ സാധ്യത ഉണ്ട്. സോ കെയർഫുൾ ആയിരിക്കണം. ഇവിടെ കുറേ റിബണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓൾറെഡി ഗൈഡ് പറയാറുണ്ട്, കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിലേക്ക് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ എൻട്രൻസ് വെച്ച് അവർ പറയാറുണ്ട്. സോ ഗൈസ്, ഞാൻ അങ്ങനെ നൈസായിട്ട് ചാടി നേരെ ചാടിയാണ് വരുന്നത്. സോ ഗൈസ്, സൂക്ഷിച്ച് വേണം അതൊക്കെ ചെയ്യാൻ. സോ അടിപൊളി വൈബാണ്. കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി പൊളിക്കായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഏട്ടുമുഖം എത്തിയിട്ടുണ്ട്. ഒരു പാറക്കല്ലിൻ്റെ മുകളിലാണ് എത്തുന്നത്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും നല്ല തിരക്കുണ്ട്. തൂക്കുപാലം ഇവിടുന്ന് തന്നെ കാണാം. അടിപൊളി വൈബ് തന്നെയാണ്. സോ ഒരുപാട് ചൂട് കാര്യങ്ങളിൽ ഏകദേശം ഒരു 10:15 മണി ആറായിട്ടുണ്ട് ഗൈസ്. സോ അടിപൊളി വൈബാണ്. യാത്ര തുടങ്ങും കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന്. ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂർ എന്തായാലും ടൈം എടുക്കും. ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. സോ ട്രിപ്പൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. സോ അരുണും വിഷ്ണുവും പിന്നെ നമ്മളെ വിജീഷൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വൈബ് നൈസായിരുന്നു. എൻ്റെ മോനെ അടിപൊളി അടിപൊളി കാഴ്ചപ്പാട് ആസ്വദിച്ച് അടിപൊളി ഡ്രൈവും ചെയ്ത് എൻ്റെ മോനെ അടിപൊളി. കണ്ടില്ലേ, ഫോറസ്റ്റ് ഏരിയ എത്തി. നമ്മൾ ഏട്ടുമുഖം എത്തി, പ്രകൃതി ഗ്രാമം. സോ ഗൈസ്, ബാക്കിയുള്ളവർ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ടിക്കറ്റ് ഏകദേശം റേറ്റ് 20 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ വണ്ടിക്ക് 30 രൂപയാണ് പാർക്കിംഗ് ചാർജ് വരുന്നത്. സോ ഗൈസ്, ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ ചായയും കോഫിയൊക്കെ കുടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഈ ബോർഡിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നൊരു ഭാഗമുണ്ട്. അവിടെ നിന്ന് നമ്മൾ തൂക്കുപാലത്തേക്ക് കടന്നു പോകുന്ന ഒരു വഴി. ഓക്കെ ഗൈസ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു കാര്യം, ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് വാരിയൊന്നും കളയാൻ പാടില്ല. സോ ഞാൻ അവിടെ വന്നപ്പം ചായ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിടെയും ഇവിടെയും ഒക്കെ വാരി ഇട്ടിട്ടുണ്ട്. അവിടെ കുറേ വേസ്റ്റ് ബിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ തന്നിട്ടുണ്ട്. സോ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
എന്തിനാ വെറുതെ നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾ കുളമാക്കുന്നത്. ഇനി നേരെ ഞാൻ റിവറിൻ്റെ അടുത്തേക്ക് പോവാണ്. കണ്ടില്ലേ വൈബ് മോനെ. തിരക്ക് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ചൂടുണ്ട്. ഏകദേശം ഒരു 10-10:30 മണിയാവുന്നേ ഉള്ളൂ ടൈം. സോ തിരക്കൊക്കെ ആയി വരും. ഇതാണ് നമ്മൾ തൂക്കുപാലം. ഞാൻ പറഞ്ഞത് ഷോപ്പിൻ്റെ ജസ്റ്റ് റൈറ്റ് ഭാഗത്താണ് ഈ തൂക്കുപാലം വരുന്നത്. അടിപൊളിയൊരു വൈബ് തന്നെയാണ്. സോ ഈ ഒരു ഭാഗമാണ് നമ്മളെ എറണാകുളം ജില്ല. ഈ തൂക്കുപാലം കയറി കടന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാണ് നമ്മൾ തൃശ്ശൂർ ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടില്ല, എൻഡാണ് തൃശ്ശൂർ ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. തന്നെ കയറി ഒന്ന് വീഡിയോ എടുക്കണം തീരുമാനിച്ചു. ഗൈസ് അടിപൊളിയാണ്. മുകളിൽ ഒരു 10-15 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോക്കിയൊക്കെ വരണം. ഒരുപാട് പഴയതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഗൈസ് ട്രിപ്പൊക്കെ കഴിഞ്ഞു, വെള്ളത്തൊക്കെ കയറി എല്ലാവരും കുളിച്ച് ഇവന്മാരൊക്കെ. ഞാൻ കുളിച്ചില്ല, ജസ്റ്റ് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് ഇനി തൂക്കുപാലത്തിൽ നിന്ന് കയറി ഇറങ്ങി ഇനിയും പോവാം. അത്യാവശ്യം നല്ല ചൂടായി, ടയർഡായി. ഇനി നേരെ ഇല്ലെങ്കിൽ ആതിരപ്പള്ളി, ഇല്ലെങ്കിൽ നേരെ കൊച്ചിയിലേക്ക്. നമ്മൾ നേരെ ആതിരപ്പള്ളിക്ക് വണ്ടി വിട്ടു. ബട്ട് ആതിരപ്പള്ളിയിലേക്ക് കയറുന്നില്ല. അതിന് മുമ്പ് ജസ്റ്റ് തൊട്ടുമ്പോൾ ഒരു കരിക്കൻ്റെ ഷോപ്പുണ്ട് റൈറ്റ് സൈഡിൽ തന്നെ. ഈ ഒരു വ്യൂ കണ്ട് നമുക്കിവിടെ നിൽക്കാം.